നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ഇപ്പോൾ യു ഡി എഫിന് അധികാരം കിട്ടുമെന്ന് കരുതിക്കൊണ്ട് ചില IAS ഉദ്യോഗസ്ഥരടക്കം അവരുടെ വാക്കുകൾ മാറ്റി പറഞ്ഞ് എല്ലാം യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. ഈ ഘട്ടത്തിൽ യു ഡി എഫിൻ്റെ ഘടകകക്ഷികൾ മന്ത്രിസഭ രൂപീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂലങ്കഷമായ ചർച്ചയിലാണ്. അതായത് നമുക്കറിയാം, കോൺഗ്രസിനകത്ത് മുഖ്യമന്ത്രി തീരുമാനവുമായി ബന്ധപ്പെട്ട് കടുത്ത പോര് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെയും വരും ദിവസങ്ങളിൽ എത്രത്തോളം വലുതാകുന്ന തിങ്കളാഴ്ച വരെ എന്തായാലും മുഖ്യമന്ത്രി പോരുണ്ടാകും. ഇനി അഥവാ ഭൂരിപക്ഷം കിട്ടിയാൽ ഇനി അങ്ങോട്ട് തുടർന്നും ആ ഒരു പോരുണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഘടകകക്ഷികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ് സത്യത്തിൽ ഈ പറയുന്ന നമ്മുടെ മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു സാധ്യത പട്ടിക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന ആൾക്കാർക്ക് അപ്പോൾ 5 മന്ത്രി വേണോ, ഇനി അതിൽ കൂടുതൽ ചോദിക്കണോ എന്നുള്ള ഒരു ആശയക്കുഴപ്പം ഇപ്പോഴും അവരുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരിപ്പം ഒരു സ്ഥാനാർത്ഥി പട്ടിക, ഒരു സാധ്യതാ പട്ടിക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ സാധ്യതാ പട്ടികയിൽ ഏറ്റവും മുമ്പനായി നിൽക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ പി കെ കുഞ്ഞാലിക്കുട്ടിയാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബില്ലാതെ എന്ത് കളി അല്ലേ ലീഗിനെ സംബന്ധിച്ചിടത്തോളം. അത് കഴിഞ്ഞ് KM ഷാജിക്ക് എന്തായിരുന്നാലും സ്ഥാനാർത്ഥിത്വം കൊടുക്കണം എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. അതോടെ PK ബഷീറിന് ഒരു മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം N ഷംസുദ്ദീന് മന്ത്രിസ്ഥാനം ആവശ്യമുണ്ട്. പാറക്കൽ അബ്ദുള്ള കുറ്റ്യാടിയിൽ നിന്നുള്ള അദ്ദേഹത്തിന് കൊടുക്കേണ്ടതുണ്ട്. KM അഷറഫിന് മഞ്ചേശ്വരത്തു നിന്നുള്ള. അപ്പോൾ ഇത്രയും പേരുടെ സാധ്യതാ പട്ടിക മന്ത്രിസ്ഥാനം എന്നുള്ള നിലയിലേക്ക് മുസ്ലിം ലീഗ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആരൊക്കെ ഏതൊക്കെ വകുപ്പുകൾ ഹാൻഡിൽ ചെയ്യണമെന്നുള്ള കാര്യം ഈ പറയുന്ന തങ്ങളും കൂടെ വിചാരിച്ചിട്ട് സാദിഖലി തങ്ങളുമൊക്കെ ചേർന്നിട്ടായിരിക്കും ഏതൊക്കെ വകുപ്പുകൾ ഹാൻഡിൽ ചെയ്യണമെന്നുള്ള കാര്യം തീരുമാനിക്കുക. ഇതിൽ കുഞ്ഞാലിക്കുട്ടി ഉറപ്പായിട്ടും ഉണ്ടാകും. ഈ പറയുന്ന ഈ പാറക്കൽ അബ്ദുള്ളയുടെ കാര്യം വരുന്നത് കുറ്റ്യാടിയിൽ നിന്നുള്ള മത്സരാർത്ഥിയാണ്. അതായത് കുറ്റ്യാടിയിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയാണ് മുസ്ലിം ലീഗിൻ്റെ. അവിടെ ഇപ്പോൾ നിലവിൽ KP കുഞ്ഞാമതുകുട്ടി മാസ്റ്ററാണ് നമ്മുടെ LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിക്കുന്നത്. ഇത്തവണ കുറ്റ്യാടി മണ്ഡലത്തിൽ ശക്തമായ ഒരു മത്സരം നടക്കും എന്നുള്ളത് തന്നെയാണ്. കുറ്റ്യാടി ഇത്തവണ മുസ്ലിം ലീഗിനോടൊപ്പം നിൽക്കും എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസം ഇപ്പോൾ ലീഗിനുള്ളവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാറക്കൽ അബ്ദുള്ളയും സ്ഥാനാർത്ഥി ലിസ്റ്റ് ഈ പറയുന്ന മന്ത്രി സാധ്യതാ പട്ടികയിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ KM അഷറഫ് മഞ്ചേശ്വരത്ത് നിന്നുള്ള അഷറഫിന് കൂടി സാധ്യത കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജില്ലാ ബേസ്ഡ് മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് എന്ന് പറയുന്ന ഒരവസ്ഥയിൽ നിന്നുകൊണ്ട് ഈ 3 ഈ പറയുന്ന ജില്ലകളിൽ നിന്നുള്ള മുസ്ലിം ലീഗ് അവിടേക്ക് മന്ത്രിസഭയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒന്നിലേക്കാണ് എത്തുന്നത്. അപ്പോൾ നിലവിൽ ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 5 മന്ത്രിമാരും ഒരു ഉപമുഖ്യമന്ത്രി എന്ന് പറയുന്ന കണക്കിലാണ് വരാൻ പോകുന്നത്. അതായത് കുഞ്ഞാലിക്കുട്ടി എന്താണെങ്കിലും ഒരു മന്ത്രിസഭാ രൂപീകരണത്തിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം കൂടി അവർ ചോദിക്കുന്ന കാര്യം പരിഗണിക്കും എന്നുള്ളതാണ് ലീഗിൻ്റെ ഒരു നിലപാട്. അപ്പോൾ ആ നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുഞ്ഞാലിക്കുട്ടിയെ നമ്മുടെ ഈ പറയുന്ന ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോവുകയും ബാക്കിയുള്ള 5 മന്ത്രിമാരെ അവിടെ നിലനിർത്തുകയും ചെയ്യും. എന്നാൽ ഈ പാറക്കൽ അബ്ദുള്ളയുടെ കാര്യം കുറച്ചുകൂടെ കഴിഞ്ഞ് ഈ മെയ് മാസം 4-ാം തീയതിക്ക് ശേഷമായിരിക്കും ചർച്ചയിലേക്ക് വരിക. അപ്പോൾ ഈ രീതിയിലാണ് അവർ ഒരു മന്ത്രിമാരുടെ സാധ്യതാ പട്ടിക ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതിൽ ലീഗ് വല്ലാതെ കടുംപിടുത്തം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ഇപ്പോൾ മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള കാര്യത്തിൽ പോലും ലീഗിൻ്റെതായ നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് ലീഗിന് അങ്ങനെ എന്താ പറയുക, സൈദ്ധാന്തികമായോ രാഷ്ട്രീയമായോ ചിന്തിക്കുമ്പോൾ ലീഗിന് അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാൻ പറ്റാത്തതാണെങ്കിൽ തന്നെയും ലീഗ് VD സതീശനെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിലേക്ക് കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ഒന്നാമത് VD സതീശൻ UDFിൻ്റെ ചെയർമാനാണ്. അപ്പം അദ്ദേഹം മുഖ്യമന്ത്രിയായാൽ തങ്ങൾക്ക് അർഹിക്കുന്ന പ്രാധാന്യം, അതായത് ഒരു ന്യൂനപക്ഷ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് മുസ്ലിം ലീഗിന് അർഹിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രാധാന്യം മന്ത്രിസഭയിൽ ലഭിക്കും എന്ന് തന്നെയാണ് ഈ തങ്ങൾ അടക്കമുള്ള നേതാക്കന്മാർ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് VD സതീശനെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിലേക്ക് ലീഗ് പൂർണ്ണമായി പിന്തുണച്ച് മുന്നോട്ട് നിൽക്കുന്നത്. വേറെ ആര് വന്നാലും, അതായത് രമേശ് ചെന്നിത്തലയാണെങ്കിലും KC വേണുഗോപാൽ ആണെങ്കിലും ഇവരിൽ ആര് വന്നിരുന്നാലും ശരി, ഈ പ്രാധാന്യം അവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് പൂർണ്ണമായി വിശ്വസിക്കുകയും ചെയ്യുന്നു. തന്നെയുമല്ല, ഇവിടെ ഒരു മുസ്ലിം ഏകീകരണത്തിന് അല്ലെങ്കിൽ മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കുന്നതിന് വേണ്ടി വല്ലാതെ കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച ഒരു നേതാവാണ് VD സതീശൻ എന്നുള്ള വസ്തുതയും ഈ പറയുന്ന മുസ്ലിം ലീഗിന് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ VD സതീശനെയാണ് അവർ കൂടുതലും മുന്നോട്ട് വയ്ക്കുന്നത്. ആ ഒരു സാഹചര്യം പരിഗണിക്കുമ്പോൾ VD സതീശൻ തന്നെ മുന്നോട്ട് അല്ലെങ്കിൽ ഇടപെട്ടുകൊണ്ട് ഈ 6 മന്ത്രിമാർ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തെ അല്ലെങ്കിൽ ആ ഒരു ലീഗിൻ്റെ ആവശ്യത്തെ അംഗീകരിക്കും എന്നുള്ളതാണ് ലീഗും മനസ്സിൽ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റു ഒരു ടീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തവണ 8 സീറ്റിൽ മത്സരിച്ച
നമുക്കറിയാവുന്ന പോലെ പിന്നെ അബു ജോൺ ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ള ജോസഫ് ഗ്രൂപ്പ് ഇത്തവണ വലിയ വിജയം നേടുമെന്നും ഏകദേശം 6ഓളം സീറ്റുകളിൽ അല്ലെങ്കിൽ 7 സീറ്റുകളിൽ വരെ അബു ജോൺ ജോസഫിൻ്റെ പാർട്ടി അതായത് ജോസഫ് ഗ്രൂപ്പ് ജയിക്കും എന്നുള്ള ഒരു ധാരണ അല്ലെങ്കിൽ ഒരു ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒരു ചീഫ് വിപ്പ് സ്ഥാനവും ഒരു മന്ത്രി സ്ഥാനവും, അതായത് നമുക്കറിയാവുന്ന പോലെ മോൻസ് ജോസഫിനെ മന്ത്രിയാക്കാനും ഈ ഒരു ചീഫ് വിപ്പ് എന്നുള്ള നിലയിൽ ഒരാളെ കൊണ്ടുവരാനും വേണ്ടിയിട്ടുള്ള പരിശ്രമം അവരും ഈ ഘടകകക്ഷി എന്നുള്ള നിലയിൽ ജോസഫ് ഗ്രൂപ്പും ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം സാധ്യതാ പട്ടികയിൽ ഉൾപ്പെട്ട് വരുന്നതാണ്. പിന്നെ തന്നെയുമല്ല മറ്റൊരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RSPയിൽ നിന്ന് ഇത്തവണ എന്ത് തന്നെയാണെങ്കിലും ഒരു മന്ത്രി ഉണ്ടായിരിക്കണം എന്നുള്ളത് RSPക്കാരുടെ മൊത്തത്തിലുള്ള ഒരു ആഗ്രഹമാണ്. കാരണം കാലാകാലങ്ങളായി പിന്നെ ഏകദേശം 10 വർഷക്കാലമായി അധികാരത്തിൻ്റെയോ അല്ലെങ്കിൽ നിയമസഭയുമായി ഒരു ബന്ധവും ഇല്ലാതിരിക്കുന്നവരാണ് RSP നേതാക്കൾ. അപ്പോൾ അവർക്കും ഒരെണ്ണം വേണം. അപ്പോൾ അതുകൊണ്ട് ചവറയിൽ നിന്ന് ഷിബു ബേബി ജോൺ ജയിക്കുകയാണെങ്കിൽ ഇത്തവണ ഷിബുവിനെ മന്ത്രിയാക്കണം എന്ന് പറയുന്ന ഒരു ആവശ്യം ആയി ഇവരും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഘടകകക്ഷികളെല്ലാവരും മന്ത്രിസ്ഥാനം ആർക്കൊക്കെ വേണമെന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമാക്കി വെച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. ഇതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൽ 6 മന്ത്രിമാരെന്ന് പറയുന്ന അല്ലെങ്കിൽ 5 മന്ത്രിയും ഒരു ഉപമുഖ്യമന്ത്രിയും എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് അവരും ആവശ്യം ഉന്നയിച്ച് വെച്ചിട്ടുണ്ട്. എന്നാൽ ലീഗ് ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇതിനെ ഏത് രീതിയിലാണ് ഉൾക്കൊള്ളുന്നത് എന്നുള്ളതാണ് സംശയിക്കേണ്ട ഒരു കാര്യം. കോൺഗ്രസ് പാർട്ടിയിലെ മുതിർന്ന അല്ലെങ്കിൽ ദേശീയ നേതാക്കൾ കേരളത്തിലേക്ക് എത്തുമ്പോൾ ലീഗിൻ്റെ പതാക പോലും പുറത്ത് കാണിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഉള്ളത്. ഇപ്പം നമുക്ക് നോക്കിയാൽ വയനാട് നടന്ന തെരഞ്ഞെടുപ്പുകളുമായി പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെയെല്ലാം പച്ച ബലൂൺ മിടിക്കാൻ ഗതികെട്ടവരായി മാറുകയാണ് മുസ്ലിം ലീഗുകാരെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അപ്പം ആ ഒരു സാഹചര്യം കൂടി പരിഗണിക്കുമ്പോൾ തീർച്ചയായിട്ടും കേന്ദ്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് പറയുന്ന ഒരു ആളിനെ മുഖ്യമന്ത്രിയാക്കിയാൽ അത് പാർട്ടിക്ക് ദേശീയ തലത്തിൽ ദോഷമുണ്ടാക്കുമെന്നുള്ളതാണ് ചിന്തിക്കുന്നത്. കാരണം കോൺഗ്രസ് പാർട്ടി ദേശീയ തലത്തിൽ ഒരു മൃദുഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്നു. ഇവിടെ ആകട്ടെ ഈ പറയുന്ന പാകിസ്ഥാൻ്റെ സമാനമായ കൊടിയും കൊണ്ട് നടക്കുന്ന മുസ്ലിം ലീഗ് പറഞ്ഞിട്ട് കോൺഗ്രസിൽ ഒരാൾ അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന സർക്കാരിൽ ഒരു മുഖ്യമന്ത്രിയെ കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ ദേശീയ തലത്തിൽ അത് വലിയ ക്ഷീണം ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു എതിർപ്പ് എന്തു തന്നെയാണെങ്കിലും ലീഗ് നടത്തുന്ന ഇത്തരം കൈകടത്തലുകളിൽ ഹൈക്കമാൻഡിന് ശക്തമായ എതിർപ്പുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ഹൈക്കമാൻഡ് നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഈ മന്ത്രിസ്ഥാനങ്ങൾ അംഗീകരിച്ചു കൊടുക്കാനുള്ള സാധ്യത നിലവിൽ ഇല്ല എന്നുള്ളതാണ്. അതായത് ലീഗ് മുന്നോട്ട് വയ്ക്കുന്ന മന്ത്രിസ്ഥാനവും ഇത് അംഗീകരിച്ചു കൊടുക്കാൻ ഹൈക്കമാൻഡ് തയ്യാറാകുന്ന ഒരു സാഹചര്യവും കേരളത്തിൽ ഉണ്ടാകില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കേണ്ടി വരും. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇനി എന്താണ് ലീഗ് ഈ പറയുന്ന UDF മുന്നണിക്ക് അകത്തുണ്ടാകാൻ പോകുന്ന ഒരു തർക്കം എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി തന്നെ വരും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.